അന്താരാഷ്ട്ര സർവീസുകൾ വെട്ടിക്കുറച്ച് ഇൻഡിഗോ. ചൈന, വിയറ്റ്നാം, ഹോങ്കോങ്, മലേഷ്യ, തായ്ലൻഡ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളാണ് താൽക്കാലികമായി റദ്ദാക്കിയത്. അർജുൻ പീതാംബരനുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. അർജുൻ, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം? സാമ്പത്തിക വെല്ലുവിളികൾ കമ്പനി നേരിടുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് ഇൻഡിഗോ കമ്പനി കടന്നിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഒരു വിശദീകരണമായി ഇൻഡിഗോ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഈ ഡിമാൻഡ് കുറവും അതുപോലെ തന്നെ ചിലവ്, പ്രവർത്തന ചെലവ് വലിയ തോതിൽ വർദ്ധിച്ചതുമാണ് ഈ ഒരു സർവീസുകളെല്ലാം തന്നെ വെട്ടിച്ചുരുക്കാനുള്ള കാരണമായിരിക്കുന്നത്. 5 രാജ്യങ്ങളിലെ 6 നഗരങ്ങൾ, ഈ 6 നഗരങ്ങൾ എന്ന് പറയുന്നത് ലാങ്ക്വാവി, ക്രാബി, ഹോച്ചിമിൻ സിറ്റി, ഹോങ്കോങ്, അതുപോലെ ഷാങ്കായ്, ഈ 6 ഇടങ്ങളിലേക്കുള്ള 6 നഗരങ്ങളിലേക്കുള്ള സർവീസുകളാണ് ചുരുക്കിയിരിക്കുന്നത്. അതും ജൂലൈ 1 മുതൽ സെപ്റ്റംബർ 30 വരെയുള്ള സർവീസുകളെല്ലാം തന്നെ റദ്ദാക്കിയിട്ടുണ്ട്, താൽക്കാലികമായി റദ്ദാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഇൻഡിഗോ പറയുന്നു. എന്നാൽ അതേസമയം തന്നെ വലിയ തോതിലുള്ള, അതായത് പ്രതിവാരം 1800 അന്താരാഷ്ട്ര സർവീസുകൾ തുടർന്നും നടത്തുമെന്നുള്ള കാര്യം കൂടിയാണ് ഇൻഡിഗോ വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ ഈ അന്താരാഷ്ട്ര മാർക്കറ്റിലടക്കമുള്ള ഈ ചെലവിന്റെ പ്രശ്നങ്ങൾ, അതുപോലെ ഇന്ധന വിലയടക്കം കുറയുകയാണെങ്കിൽ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അതിലൊരു ഇളവ് ലഭിക്കുകയാണെങ്കിൽ ഒക്ടോബർ 1 മുതൽ തന്നെ റദ്ദാക്കിയ എല്ലാ സർവീസുകളും വീണ്ടും പുനരാരംഭിക്കുമെന്നുള്ള കാര്യം കൂടി ഇൻഡിഗോ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ വാർത്താക്കുറിപ്പിൽ. അമൃത. ശരി, അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.